ഈ മെക്ക കരാർ സങ്കീർത്തനം 83 നിവൃത്തീകരണമാണോ? അല്ലെങ്കിൽ യെഹെസ്കേൽ 38 അധിനിവേശത്തിൻ്റെയൊക്കെ ആരംഭമാണോ? ഒരിക്കലുമല്ല. ബൈബിൾ പറയാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൂടുതലായിട്ടുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കരുത്. പക്ഷേ നമ്മൾ ഇപ്രകാരമുള്ള രാജ്യങ്ങൾ, ചരിത്രപരമായി ഇസ്രയേലിൻ്റെ എതിരെ നിന്ന രാജ്യങ്ങൾ ഒരുമിക്കുമ്പോൾ, അതായത് സൈനികപരമായിട്ടുള്ള രീതിയിലൊക്കെ അവർ ഒരുമിക്കുമ്പോൾ, അവരിൽ പലരും ഇസ്രയേലിനെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് ഉറക്കെ പറയുമ്പോൾ നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. അതായത് ഭാവിയിൽ ഇപ്പറഞ്ഞ പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ കടന്നു വരും. അപ്പോൾ ടർക്കിയുടെയോ പാകിസ്ഥാൻ്റെയോ സൗദി അറേബ്യയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെയോ ബലമൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇറ്റ് ഈസ് അബൌട്ട് ദ സോവറിനിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരമാധികാരമാണ് വിഷയം. രാജ്യങ്ങൾ അവരുടെ പദ്ധതികൾ ഉണ്ടാക്കും, കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാക്കി എഗ്രിമെൻ്റൊക്കെ ഒപ്പുവെക്കും. അവർ ഇസ്രയേലിനെതിരെ കടന്നു വന്നെന്നും ഇരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് സമയമാവുമ്പോൾ ദൈവം തന്നെ നേരിട്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി ഇടപെടും, ഇസ്രയേലിന് വേണ്ടി ഇടപെടും. കാണുക മെക്ക ഡിഫൻസ് എഗ്രിമെൻറ്റ്, ഇസ്രായേലിനെതിരെ പുതിയ സൈനിക സഖ്യമോ എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.